iPhone 15 ഈ ഒരു കൊല്ലം ആപ്പിൾ റിലീസ് വൺ ഓഫ് ദ ഫൈനസ്റ്റ് ഡിവൈസ് അങ്ങനെ പറയാനും ഒരു സോളിഡ് റീസൺ ഉണ്ട്. കാരണം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് കുറച്ച് പോർഷൻസ് കവർ ചെയ്യുന്നുണ്ട്. ആ ഒരു കാര്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് iPhone 15 ബാക്കിയുള്ള സീരീസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്ന തൊട്ട് മുമ്പായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ നമ്മുടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിളിൽ ഇരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് അറിയാൻ പറ്റുന്നതാണ്. സോ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത കുറെ കൂട്ടാറുണ്ട്. സോ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. Ignition sequence start. 6, 5, 4, 3, 2, 1, 0. Launch. തുടക്കം തന്നെ നമ്മുടെ ഈ ഒരു ഡിവൈസിന്റെ ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. ഈ ഒരു ഡിസൈൻ നോക്കുമ്പോൾ 13, 14, 15 സെയിം ആയിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഈ ഒരു ഡിസൈനിൽ വന്ന മെറ്റീരിയൽ ചേഞ്ച് ആരും ശ്രദ്ധിക്കാറില്ല. കാരണം എല്ലാവരും ഇതിന്റെ ലുക്സ് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. ഈ ഒരു വട്ടം 15 ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത് ഒരു മാറ്റ് ഫിനിഷ് ആണ്. അതോടൊപ്പം തന്നെ ഗ്ലാസ് ഇൻഫ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ബാക്ക് പാനലാണ് നമ്മുടെ 15 സീരീസിൽ ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. ലാസ്റ്റ് റിലീസായ 14 and 13 നമുക്ക് വന്നിരിക്കുന്നത് ഒരു അലൂമിനിയത്തിൽ പെയിന്റ് ചെയ്തിട്ട് അതിൻ്റെ പൊക്കത്ത് ഒരു ഗ്ലാസ് ഫിനിഷ് ആണ്. പക്ഷേ ഈ ഒരു വട്ടം ഗ്ലാസ് തന്നെ കളർ ചെയ്ത് അല്ലെങ്കിൽ ഇൻഫ്യൂസ് ചെയ്ത് ആ ഒരു കളർ ഷെയ്ഡിലേക്കാണ് ആപ്പിൾ കൊണ്ടുവന്നിരിക്കുന്നത്. അതേപോലെ തന്നെ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ സെറാമിക് ഷീൽഡാണ് നമുക്ക് വന്നിരിക്കുന്നത്. വൺ ഓഫ് ദ ടഫസ്റ്റ് ഗ്ലാസ് ഇൻ സ്മാർട്ട് ഫോൺ. അതുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ ഡിസ്പ്ലേയും അത്യാവശ്യം നല്ല രീതിക്ക് തന്നെയാണ് ആപ്പിൾ ഈ ഒരു വട്ടവും 15 കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി നമ്മുടെ iPhone 15 ഈ പറഞ്ഞ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്സിലേക്ക് നോക്കാം. ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്സിലേക്ക് നോക്കുമ്പോൾ iPhone കൊണ്ടുവന്നിരിക്കുന്നത് 2000 nitsന്റെ പീക്ക് ബ്രൈറ്റ്നസ് ആണ്. ഔട്ട്ഡോർ നോക്കുകയാണെങ്കിൽ, അതേപോലെ ഇൻഡോറിലാണെങ്കിലും ഔട്ട്ഡോറിലാണെങ്കിലും നമ്മൾ ഈ പറഞ്ഞ HDR ക്വാണ്ടിറ്റി ആണെങ്കിൽ 1600 nits വരെ നമ്മുടെ ഈ പറഞ്ഞ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് ചേഞ്ച് ആവുന്നതായിരിക്കും. അതേപോലെ നമ്മുടെ ഈ ഒരു ഡിസ്പ്ലേയിൽ വന്നിരിക്കുന്ന ഒരു പ്രോ ഫീച്ചറാണ് ഡൈനാമിക് ഐലൻഡ് എന്ന് പറയുന്നത്. യെസ്, iPhone 14 and 14 Proയിൽ കൊണ്ടുവന്ന ആ ഒരു പ്രോ ഫീച്ചർ എല്ലാ iPhone 15 സീരീസിലും ആപ്പിൾ കൊണ്ടുവന്നുണ്ട്. അതൊരു ഗിമിക്കാണെന്ന് വെച്ചാൽ അല്ല. കാരണം കോൾ ആയിക്കോട്ടെ, വോയിസ് റെക്കോർഡ് ആയിക്കോട്ടെ, ഇനി നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം സൊമാറ്റോയോ അല്ലെങ്കിൽ ഫ്ലൈറ്റോ എന്തെങ്കിലും ട്രാക്ക് ചെയ്യണമെങ്കിൽ പോലും ഈ ഒരു ഡൈനാമിക് ഐലൻഡിൽ സീംലെസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡൈനാമിക് ഐലൻഡ് ഒരു ഗിമിക്കാണെന്ന് വെച്ചാൽ ഒരിക്കലും ഞാനത് അക്സെപ്റ്റ് ചെയ്യില്ല. ഇനി നമ്മുടെ iPhone 15 ക്യാമറ ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ആകെ രണ്ട് ക്യാമറയും കാണാൻ പറ്റുന്നത്. പക്ഷെ ആക്ച്വലി ഇതിനുള്ളിൽ ഒരു മൂന്നാമത്തെ ക്യാമറ ഉണ്ട്. ഒരു വൈഡ് ലെൻസും അതേപോലെ മെയിൻ ക്യാമറയും ഒരു ടെലിഫോട്ടോയും ആപ്പിൾ ഇതിൽ ഒളിപ്പിച്ചിട്ടുണ്ട്. ഈ ഒരു ക്യാമറ കൊണ്ട് നമുക്ക് അത്രയും ക്വാളിറ്റി ലഭിക്കുമെന്ന് വെച്ചാൽ നല്ല രീതിയിലുള്ള ക്വാളിറ്റി ആപ്പിളിന്റെ ഈ iPhone 15 നമുക്ക് ലഭിക്കുന്നുണ്ട്. ലാസ്റ്റ് ഇയർ 14 Pro and Pro Max റിലീസ് ചെയ്ത 14 മെഗാപിക്സലാണ് ഈ ഒരു വട്ടം iPhone 15 ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള കളറും ഡീറ്റെയിലിങ്ങും ലൈറ്റിങ്ങും നമ്മുടെ നൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ ആക്ഷൻ മോഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഗിംബലിൽ എങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നോ ആ സെയിം ക്വാളിറ്റി ഈ ഒരു ആക്ഷൻ ബട്ടണിലും ലഭിക്കുന്നുണ്ട്. സിനിമാറ്റിക്കിലേക്ക് നോക്കുകയാണെങ്കിൽ അത്രയും കറക്റ്റായിട്ട് എഡ്ജും കാര്യങ്ങളും ഡിറ്റക്ട് ചെയ്ത് നമ്മുടെ A16 ബയോണിക് ചിപ്സെറ്റും ഉണ്ട്. നമ്മുടെ നല്ല പ്രോസസ്സിംഗ് സിനിമാറ്റിക് മോഡിലും ലഭിക്കുന്നുണ്ട്.
ഇനി ഫ്രണ്ട് ഫേസിങ് ക്യാമറ ആണെങ്കിൽ നമ്മുടെ ഓട്ടോ ഡിറ്റക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഫേസ് ടൈം ആയിക്കോട്ടെ വേറെ ഏത് വീഡിയോ കോൾ ആയിക്കോട്ടെ നല്ല രീതിയിലുള്ള ആ ഒരു ഹൈലൈറ്റിംഗ് നമ്മുടെ ഈ പറഞ്ഞ ഫ്രണ്ട് ക്യാമറയിൽ ഓട്ടോ ഫോക്കസ് ഉള്ളതുകൊണ്ടും ലഭിക്കുന്നുണ്ട്. ഇനി നമ്മളൊരു ഫോട്ടോ എടുത്തതിന് ശേഷമായിരിക്കും ചിന്തിക്കുന്നത് അയ്യോ ആ ഒരു ഫോട്ടോ പോർട്രേറ്റിലേക്ക് മാറ്റായിരുന്നു അല്ലെങ്കിൽ പോർട്രേറ്റ് എടുക്കാറുണ്ട്. പക്ഷേ ഇനി മുതൽ ആ ഒരു ടെൻഷനില്ല. കാരണം ഒരു ഫോട്ടോ നോർമൽ ഫോട്ടോ എടുത്താൽ പോലും ആ ഒരു ഫോട്ടോ എടുത്തതിന് ശേഷം നമ്മുടെ ഫോട്ടോ ഗാലറിയിൽ നിന്ന് ആ ഒരു ഫോട്ടോ നമുക്ക് പോർട്രേറ്റ് ആക്കാൻ പറ്റും. അതേപോലെ ഒരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ നമ്മുടെ പെറ്റോ ഒരാളോ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ താഴത്ത് നമ്മുടെ ക്യാമറ ആപ്പിൻ്റെ താഴത്ത് ഒരു ഫോക്കസ് അല്ലെങ്കിൽ ഒരു അപ്പറേച്ചറിൻ്റെ വാല്യൂ ഓട്ടോമാറ്റിക്കലി പോപ്പപ്പ് ആവുന്നതായിരിക്കും. ഇനി പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ A16 ബയോണിക് എന്ന് പറയുന്ന ഒരു പവർ ഹൗസ് തന്നെയാണ് iPhone 15 ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഫോട്ടോണിക് എൻജിൻ, ഡൈനാമിക് ഐലൻഡ്, മ്യൂസിക്, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും ഈ പറയുന്ന പ്രോസസ്സർ വലിയൊരു ഘടകം തന്നെയാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിക്കുള്ള പെർഫോമൻസും അതേപോലെ ഗെയിമിങ്ങും ആക്ടിവിറ്റിയും എല്ലാം കൊണ്ടും ഈ ഒരു 15 സീരീസ് ഒരു പവർ ഹൗസ് തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനി കോമ്പാക്റ്റബിലിറ്റിയുടെ കാര്യം ഏറ്റവും ആദ്യം നമ്മൾ വെക്കുന്ന കാര്യമാണ് USB-C എല്ലാവർക്കും ഒരു വലിയൊരു മാറ്റമായിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷേ iPhone 13, 14 വരെ യൂസ് ചെയ്ത കൂട്ടുകാരെ iPhone 15ലേക്ക് നോക്കുമ്പോൾ ഏറ്റവും വലിയൊരു ചേഞ്ച് തന്നെ വന്നിരിക്കുന്നത് USB-Cയിലേക്കാണ്. ഒരു വീഡിയോഗ്രാഫർ അല്ലെങ്കിൽ നല്ലൊരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആ ഒരു വ്യക്തി നല്ല ഫോർമാറ്റിലിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യും, പക്ഷേ നല്ല സ്റ്റോറേജ് കൺസ്യൂം ചെയ്യും. അങ്ങനെ വരികയാണെങ്കിൽ ഒരു SSD നമുക്ക് ഈ പറഞ്ഞ USB-C ആയിട്ട് ഡയറക്റ്റായിട്ട് അറ്റാച്ച് ചെയ്ത് ആ ഒരു ഫുൾ ഫുട്ടേജ് SSDയിലേക്ക് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം ഈ പറഞ്ഞ മാക്ബുക്കിലേക്ക് കണക്ട് ചെയ്ത് സുഖമായിട്ട് എഡിറ്റ് ചെയ്യാനുള്ള ആ ഒരു വർക്ക് ഫ്ലോ USB-C എന്ന് ലഭിക്കുന്നുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ ഡിസൈൻ ചേഞ്ചും കോമ്പാക്റ്റബിലിറ്റിയും. അത് വലിയൊരു ഡിസൈൻ ചേഞ്ച് തന്നെയാണ്. അതേപോലെ നല്ലൊരു യൂട്ടിലിറ്റിയും iPhone 15 കൊടുക്കുന്നുണ്ട്. ആൻഡ് നമ്മുടെ ഈ പറഞ്ഞ ആപ്പിൾ വാച്ച്, എയർപോഡ്സ് എല്ലാ കാര്യങ്ങളും ഒരു എമർജൻസി സിറ്റുവേഷനിൽ ചാർജ് ചെയ്യാനും ഈ ഒരു USB-C നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ Wi-Fi 6ഉം അതേപോലെ കുറേയധികം സേഫ്റ്റി മെഷേഴ്സും iPhone 15 ആപ്പിൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. Wi-Fi 6 ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻ്റർനെറ്റ് സ്പീഡും അത്യാവശ്യം നല്ല രീതിക്ക് ലഭിക്കുന്നുണ്ട്. ക്രാഷ് ഡിറ്റക്ഷനും എമർജൻസി വിയ സാറ്റലൈറ്റും ലഭിക്കുന്നുണ്ട്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ഇന്ത്യയിൽ എമർജൻസി വിയ സാറ്റലൈറ്റ് മാത്രം നമുക്ക് ലഭിക്കില്ല. സോ ഇതൊക്കെയാണ് നമ്മുടെ ഈ പറഞ്ഞ iPhone 15 ഒരു ഇൻഡെപ്ത് റിവ്യൂ എന്ന് പറയുന്നത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു, അതേപോലെ ഹെൽപ്ഫുൾ ആണെന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. എല്ലാ കൂട്ടുകാർക്കും എസ്പെഷ്യലി iPhone 15 എടുക്കാൻ താല്പര്യമുള്ള എല്ലാ കൂട്ടുകാർക്കും ഈ ഒരു വീഡിയോ ഷെയർ കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെല്ല് എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യുന്ന എല്ലാ പുതിയ വീഡിയോസും നോട്ടിഫിക്കേഷൻ ലഭിക്കുകയും അത് നിങ്ങൾ മറന്നു പോകാതെ കാണുകയും ചെയ്യും. അതോടൊപ്പം ഞാൻ നിങ്ങൾ ഒന്നും കൂടെ നമ്മുടെ സ്വന്തം ആപ്പിൾ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യണം. അവിടെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ആപ്പിൾ തരുന്ന ഓരോ പുതിയ ലീക്സ്, റൂമേഴ്സ്, അപ്ഡേറ്റ്സ്, ന്യൂസ് ആൻഡ് വാൾപേപ്പേഴ്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അവിടെ ജോയിൻ ചെയ്യാൻ ലിങ്കും ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അല്ലെങ്കിൽ ഈ കാണുന്ന QR കോഡ് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി. ഇപ്പോൾ തന്നെ ഒരു ആപ്പിൾ ടെലിഗ്രാം മെമ്പറായിട്ടും മാറാൻ പറ്റും. അതല്ല നിങ്ങളിപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി അപ്ഡേഷൻസ് വേണമെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ തൊട്ട് കൊടുത്തേക്കാം. ഗോ ഫോളോ മീ Instagram too. And thank you so much for watching this whole video. This is Abin Xavier signing from Evika.